മകളെ, നാളത്തെ ഇംഗ്ലീഷ് എക്സാം നിങ്ങൾ എഴുതുമല്ലേ, ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ അതിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവും ഞാൻ ഇപ്പോഴേ അങ്ങോട്ട് പറഞ്ഞു തരട്ടെ. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയി പോയെന്ന്. അതിന്റെ ഒരു ആവശ്യമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആവാതെ തന്നെ അതിൽ എന്തൊക്കെ ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായുള്ള ഒരു പ്രഡിക്ഷൻ ഞാനിപ്പോൾ പറഞ്ഞുതരാം. കാരണം രണ്ടാണ്. നമുക്ക് ലീക്ക് ആവാതെ തന്നെ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് ഇത്രയും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ 6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, കഴിഞ്ഞ 6 വർഷത്തെ ഓണം എക്സാമിന്റെ പേപ്പറുകൾ റെഫർ ചെയ്താൽ ആർക്കും അതിലൊരു ക്ലിയർ ആയ വ്യക്തമായ ഒരു പാറ്റേൺ കാണാൻ വേണ്ടി പറ്റും. ആ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന, ആ റിക്കറന്റ്ലി വരുന്ന പാറ്റേൺ ഒബ്സർവ് ചെയ്തതിന് ശേഷം നമ്മുടെ എഡ്യൂപോർട്ടിന്റെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള കണ്ടന്റ് ടീം നിങ്ങൾക്ക് തയ്യാറാക്കിയതാണ് ഈ പ്രഡിക്ഷൻസ്. ഓരോ ചാപ്റ്ററിൽ നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായതും, ഇതൊരു പ്രഡിക്ഷന്റെ അപ്പുറത്തേക്കില്ലേ, ഇതൊരു പ്രൊഫസിയാണ്, ഇതൊരു പ്രവചനമാണെന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്, അത് ഒരു 98 അല്ല 99 അല്ല 100% വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മകളെ, നിങ്ങൾക്ക് എഡ്യൂപോർട്ടിനെ വിശ്വസിക്കാം, ഈ കണ്ടന്റ് ടീമിനെ വിശ്വസിക്കാം, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, അതുപോലെ തന്നെ ഇന്നത്തെ പ്രഡിക്ഷനും നിങ്ങൾക്ക് വിശ്വസിക്കാം. ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ളത് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം ആണ്. ഒന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് 4 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. ഈ 4 ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം? ഒന്നാമത്തെ ചാപ്റ്ററിൽ തന്നെ നമുക്ക് നോക്കാം. 3 L's ഓഫ് എംപവർമെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു സ്പീച്ച് ആയിരുന്നു പഠിക്കാനുണ്ടായിരുന്നു അല്ലെ. ഈ സ്പീച്ചിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ തവണ സ്പീച്ച് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സ്പീച്ച് വൺ ഓഫ് ദ മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻ ആണ്. സ്പീച്ച് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ളത് ഒന്നാമത്തെ ചാപ്റ്റർ ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന മറ്റ് 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്, ആർട്ടിക്കിൾ ആൻഡ് റൈറ്റപ്പ്. ഇത് ആർട്ടിക്കിൾ ചോദിച്ചാലും റൈറ്റപ്പ് ചോദിച്ചാലും ഏകദേശം ഒരേ തരം ഉത്തരം തന്നെയാണ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്. ഒരേ ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. അതൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് രാത്രിയിലുള്ള ലൈവിലായിരിക്കും. കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ആർട്ടിക്കിളിൽ നിന്നും നമുക്ക് റൈറ്റപ്പിലേക്കും, റൈറ്റപ്പിൽ നിന്ന് ആർട്ടിക്കിളിലേക്കും ആ ഉത്തരത്തിന് നമുക്ക് മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഫോർമാറ്റ് പഠിച്ചാൽ തന്നെ ധാരാളം. അപ്പൊ ഇത് ഒരു പ്രോബബിൾ ക്വസ്റ്റ്യൻ ആണ്. കംപ്ലൈന്റ് ലെറ്റർ ചോദിച്ചിട്ടുണ്ട്, അതൊരു പ്രോബബിൾ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്, ഏതെങ്കിലും ഒരു വുമൺ ആക്ടിവിസ്റ്റിനോടുള്ള ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇത്തരം ക്വസ്റ്റ്യനുകളാണ് നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള 3 L's ഓഫ് എംപവർമെന്റിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോ, നിങ്ങൾ റിഗ്രറ്റ് ചെയ്യില്ല. രണ്ടാമത്തതല്ലേ, ഒരു പോയമായിരുന്നു നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. നമുക്ക് ഇവിടെ പോയമാണ് പഠിക്കാനുണ്ടായിരുന്നത്. കാതറീൻ ടൈനൻ എഴുതിയിട്ടുള്ള എനി വുമൻ എന്ന് പറഞ്ഞുള്ള പോയം. ഇതിൽ നിന്ന് ഏറ്റവും 100% എന്ന് ഞാൻ ഉറപ്പ് തരുന്ന ക്വസ്റ്റ്യന് അത് പോയം കമ്പാരിസൺ ആയിരിക്കും. കാരണം നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടത്, പ്ലസ് 1 വരെ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പോയം, എന്താ പറയാ, പോയത്തിന് നമ്മൾ അപ്രിസിയേഷൻ എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു. 10ാം ക്ലാസ്സിലായിരുന്ന സമയത്ത് നമുക്ക് പഠിച്ചൊരു പോയത്തിൽ നിന്ന് തന്നെ അപ്രിസിയേഷൻ. പ്ലസ് 1ലേക്ക് എത്തിയപ്പോൾ നമുക്ക് അറിയാത്തൊരു അൺനോൺ പോയത്തിന്റെ അപ്രിസിയേഷൻ എഴുതാൻ വന്നു. നമ്മൾ പ്ലസ് 2ലേക്ക് എത്തുമ്പോൾ അല്ലേ ഇവിടെ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്, നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പോയം, നമ്മൾ പഠിക്കാത്ത ഒരു പോയം, പക്ഷെ സിമിലർ ആയ തീമുള്ള ഈ പോയത്തിന് തമ്മിൽ കമ്പയർ ചെയ്യുന്നതായിരിക്കും നമുക്ക് ചോദ്യം വരുന്നത്. അങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ടെങ്കിൽ അല്ലേ അത് എനി വുമനിലായിരിക്കും. ട്രസ്റ്റ് മീ, അത് 100% ഗ്യാരണ്ടി. ഇനി Q&A വളരെ അപൂർവമായിട്ട് ചോദിക്കാറുള്ളൂ ഈ ചാപ്റ്ററിൽ നിന്ന്. പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു സാധനമാണ് പാരഗ്രാഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. പാരഗ്രാഫ് റൈറ്റിംഗ് ഇല്ലേ, ഈ പോയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. ഒരു ഹൗസ് ഹോൾഡിനകത്ത് ഒരു വുമന്റെ, ഒരു മദറിന്റെ പ്രാധാന്യം, ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്നാണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്, ഈ പോയം ഡിസ്കസ് ചെയ്യുന്നത്. അത് ഈ പ്രസന്റ് ടൈമിന്റെ ആറ്റിറ്റ്യൂഡുമായിട്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ പുതിയ കാലത്തെ ആറ്റിറ്റ്യൂഡും മോഡേൺ ടൈമിലുള്ള ആറ്റിറ്റ്യൂഡുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ചെറിയൊരു പാരഗ്രാഫ് റൈറ്റിംഗ് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ചിലപ്പോൾ പോയറ്റിക് ഡിവൈസും സിംബോളിസവും മാത്രം വെച്ചുകൊണ്ട് ഒരു പാരഗ്രാഫ് എഴുതാൻ വേണ്ടി ചോദിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ അപ്രിസിയേഷൻ മാത്രം പഠിച്ചാൽ മതി. അപ്രിസിയേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ മൂന്നാമത്തെ ചാപ്റ്റർ മാത്സ് ബോക്സിൽ നമുക്ക് എന്തൊക്കെ പറയാം? മാത്സ് ബോക്സിൽ അല്ലേ നമിതയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. ബ്ലോബ് റൈറ്റിംഗ് പറയാം. ബ്ലോബ് റൈറ്റിംഗിന്റെ കുറച്ച് ഹിന്റുകൾ തന്നിരിക്കും. അത് വെച്ചിട്ട് നമ്മളോടൊരു ബ്ലോബ് റൈറ്റിംഗ് ചോദിക്കാം. ആ ഹിന്റുകൾ വെച്ചിട്ട് മൂന്നാമതായിട്ട് ഇതിൽ നിന്നും നമുക്കൊരു പാരഗ്രാഫ് റൈറ്റിംഗ് ചോദിക്കാം. സാധ്യത വളരെ കൂടുതലല്ലേ. ഈ മാത്സ് ബോക്സ് എന്ന് പറഞ്ഞ
ടൈറ്റിലിന്റെ റെലവൻസ് എന്താണെന്നുള്ളത് അത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമ്പാരിസൺ? വുമനും അതുപോലെ സപ്രസ്ഡ് വുമനും അതുപോലെ തന്നെ മാച്ച് സ്റ്റിക്സും തമ്മിലുള്ള മാച്ച് ബോക്സും തമ്മിലുള്ള ഇങ്ങനെ ഒരു കമ്പാരിസൺ നടത്താനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് റൈറ്റിംഗ് ചോദിക്കാം. 4ാമത്തെ ചാപ്റ്റർ, നമ്മുടെ 1ാമത്തെ യൂണിറ്റിലെ 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഹൊറിഗൽ എന്ന് പറഞ്ഞ ഒരു അനക്ഡോട്ട് ആയിരുന്നു നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഇതിൽ നിന്ന് ബ്ലർബ് റൈറ്റിംഗ് വളരെ പ്രോബബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പാരഗ്രാഫ് റൈറ്റിംഗ് ചോദിച്ചേക്കാം. ലിസണിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്, ലിസണിങ്ങിന്റെ ഇമ്പോർട്ടൻസ് അല്ലെ, ഇമ്പോർട്ടൻസ് ഓഫ് ലിസണിങ് ഓർ ഷെയറിങ്, ഇതിനെ കുറിച്ചില്ലേ പാരഗ്രാഫ് റൈറ്റിംഗ് ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ അല്ലേ അതേ ഉത്തരം നമുക്ക് എന്തൊക്കെ ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതാം? റൈറ്റപ്പിലേക്ക് മാറ്റി എഴുതാം, സ്പീച്ചിലേക്ക് മാറ്റി എഴുതാം. കാരണം നമ്മൾ ഇതിന്റെ ഒറ്റ സാധനം പഠിച്ചാൽ മതി. കാരണം സ്പീച്ച് നമ്മൾ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ സ്പീച്ചിന്റെ ഫോർമാറ്റ് ഇങ്ങോട്ട് മാറ്റിയെടുത്ത് എഴുതാൽ മതി. അതിലുള്ള കോണ്ടന്റ് മാത്രം നമുക്ക് മതി. അതിന്റെ ഫോർമാറ്റ് അങ്ങോട്ട് മാറ്റി എഴുതിയാൽ പോരടാ. അപ്പൊ ഈ പാരഗ്രാഫ് റൈറ്റിംഗ് എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനെ നമുക്ക് റൈറ്റപ്പ് ആക്കാം, അതിനെ നമുക്ക് സ്പീച്ച് ആക്കാം. പക്ഷെ സാധനം ഇങ്ങനെ ആയിരിക്കും വരിക, ലിസണിങ്ങിന്റെ അല്ലെങ്കിൽ ഷെയറിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. 3ാമത് നറേഷൻ ആയിരിക്കും. ഇവിടെ ഒരു നറേഷൻ ആണ് നമുക്ക് ആക്ച്വലി പറഞ്ഞു തരുന്നത് സുധാമൂർത്തി. അപ്പൊ നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു നറേഷൻ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, സാധ്യതയുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് യൂണിറ്റിലേക്ക് പോകുമ്പോൾ അല്ലേ ഇവിടെ എന്തൊക്കെ പ്രതീക്ഷിക്കാം? ഈ ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സാധ്യത ക്യു എൻ എ ചോദിക്കാനുള്ള സാധ്യത. ക്യു എൻ എ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് പോയറ്റിക് ഡിവൈസുകൾ, സിംബോളിസം, മെറ്റഫർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. വേർഡ്സിന്റെ മീനിങ്ങുകൾ ചോദിക്കാം. അതുപോലെ തന്നെ ലൈൻ ഇലാബറേഷൻ ചോദിക്കാം. ഒരു 4 വരിയോ 8 വരിയോ തന്നിട്ട് 4 വരിയെ ചോദിക്കുള്ളൂ. 4 വരി തന്നിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാൻസ തന്നിട്ട് അതിന്റെ മീനിങ് എന്താണെന്നുള്ളത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അമീഗോ ബ്രദേഴ്സിൽ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത് ക്യാരക്ടർ സ്കെച്ചാണ്. ക്യാരക്ടർ സ്കെച്ചിനേക്കാളും സാധ്യതയുള്ള 2 സാധനമാണ് അനൗൺസ്മെന്റും അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടും. അനൗൺസ്മെന്റ് എന്തായിരിക്കും? ആ ഒരു ഇവന്റ് നടക്കുന്നതിന്റെ അനൗൺസ്മെന്റ് ആയിരിക്കും. ന്യൂസ് റിപ്പോർട്ട് എന്തായിരിക്കും? അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം ന്യൂസ് പേപ്പറിൽ വരുന്ന റിപ്പോർട്ടായിരിക്കും അത്. പിന്നെ നോട്ടീസ് വരാനുള്ള സാധ്യത ഉണ്ട്. ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസ് നമുക്ക് അവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ അവർ ഓഫ് ട്രൂത്തിലെ നമുക്ക് ബാൾഡ്വിന്റെ ക്യാരക്ടർ സ്കെച്ചാണ് പ്രതീക്ഷിക്കാവുന്നത്. അതിൽ തന്നെ ആർട്ടിക്കിളും റൈറ്റപ്പും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓണസ്റ്റിനെ കുറിച്ചൊക്കെ ആർട്ടിക്കിൾ ആയാലും റൈറ്റപ്പ് ആയാലും ഒരുപോലെ തന്നെ എഴുതുന്നത്, ചെറിയ ഒരു മാറ്റമേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്ന് രാത്രി ഡിസ്കസ് ചെയ്യാം. ന്യൂസ് പേപ്പർ റിപ്പോർട്ടും നമുക്ക് അവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷെ ന്യൂസ് പേപ്പർ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് നമ്മുടെ അമീഗോ ബ്രദേഴ്സിനാണ്. മക്കളെ ഇത്രയും പറഞ്ഞതില്ലേ, ഇന്നത്തെ ലൈവിൽ നമ്മൾ ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഇത്ര മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അത് വേറൊരു കാര്യമാണ്. കാരണം നമ്മൾ തലേ ദിവസത്തിൽ നിങ്ങളിപ്പോൾ ഇന്നൊന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ രാവിലെ തൊട്ട് ചിലപ്പോൾ 10 മണി തൊട്ട് ഇന്ന് നമ്മൾ കിടക്കുന്ന വരെ 12 മണി വരെ ചിലപ്പോൾ ലൈവ് ഉണ്ടാവും. അതിൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് അവർ പറയുമായിരിക്കും ചിലപ്പോൾ, ഓയ്യോ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നല്ലോ എന്ന്. അങ്ങനെ നമുക്ക് അത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാനും പറ്റൂല. അങ്ങനെ നമ്മളത് കണ്ടിട്ട് നാളത്തെ എക്സാമിന് നമുക്കത് പ്രയോഗിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഒരു ഉപകാരമില്ല. നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കാരണം ഇത്രയും മാത്രമേ നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. അപ്പൊ ഇന്നത്തെ ലൈവ് എന്ന് പറയുന്നത് ഏറ്റവും ക്രൂഷ്യലാണ്. കാരണം അത് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യില്ല. അത് മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ വേണ്ടി പോകുള്ളൂ. നാളത്തെ എക്സാം പേപ്പർ നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇന്നത്തെ 7 മണിയുടെ ലൈവിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമായിരുന്നു, ആ ഒരു തീരുമാനം എത്രത്തോളം ശരിയായിരുന്നു ഉള്ളത്. സോ ഓൾ ദ ബെസ്റ്റ് മക്കളെ. താങ്ക് യു.